ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി ഇഡി ഉദ്യോഗസ്ഥന് കൈക്കൂലി വാങ്ങിച്ചു എന്നുള്ള വലിയ വാർത്തകളായി വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇത് ഗൗരവമുള്ള കാര്യമാണ്. ആ ഗൗരവമുള്ള കാര്യം ഞാൻ കാണുന്നത് ഇഡിയെ സംബന്ധിച്ച് നേരത്തെ തന്നെ ചില പരാതികളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. പലതരത്തിലുള്ള പരാതികൾ, അതിൽ സാമ്പത്തിക ക്രമക്കേടിനെ കുറിച്ചടക്കമുള്ള വർത്തമാനങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു തെളിവോടുകൂടി ആരും വന്നിരുന്നില്ല. എന്നാൽ മറ്റു തരത്തിലുള്ള ഒട്ടേറെ ഇടപെടലുകൾ ഇഡിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്നുള്ളത് പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ കയ്യോടെ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ വിശ്വാസ്യതയെ നല്ല രീതിയിൽ ബാധിക്കുന്നൊരു കാര്യമായിട്ടാണ് വന്നിട്ടുള്ളത്. മാത്രമല്ല, ഇപ്പോൾ അത്തരമൊരു പരാതി വന്നപ്പോൾ ഒരു ബഹുമാനായ ബിഷപ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലുണ്ടായ കാര്യം പരസ്യമായി പറഞ്ഞിരിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഇതിൽ പ്രധാനമന്ത്രി ഇടപെടേണ്ടതായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ച് ഈ വിശ്വാസ്യത വീണ്ടെടുക്കാനുള്ള പുനഃസംഘാടനത്തിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഗൗരവമായി കാണണം. അതിൻ്റെ കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കുന്നതിന് പ്രധാനമന്ത്രി തന്നെ ഇടപെടണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാട്ടാന ടോക്കേറ്റ് ചരിഞ്ഞതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്ത ഒരാളെ കോന്നി MLA അവിടെ പോയി മോചിപ്പിച്ചൊരു സംഭവം കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു. അതിന്റെ ആ MLA യുടെ ഇടപെടലിനെ കുറിച്ച് മുഖ്യമന്ത്രിയുടെ ഒരു അഭിപ്രായം, അത് ശരിയാണോ അദ്ദേഹം ചെയ്തത്? ആർക്കും നിയമം കയ്യിലെടുക്കാനുള്ള അവകാശമില്ല. അത് നിയമത്തിൻ്റെതായ വഴിക്ക് പോകണം. അതാണ് സാധാരണഗതിയിലുള്ള ഒരു വാക്ക്. കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി മുഖ്യമന്ത്രി പദത്തിൽ വ്യക്തിയാണെന്നാണ്. അപ്പോൾ വിവിധ സംവിധാനങ്ങളുടെ പ്രവർത്തനമായിരുന്നു. പോലീസിലൊരു ദളിത് സ്ത്രീകളുടെ അനുഭവത്തെക്കുറിച്ച് ഇപ്പോൾ സൂചിപ്പിച്ചു. അപ്പോൾ പോലീസിന്റെ അടിസ്ഥാന സമീപനത്തിൽ മാറ്റം വരുന്നില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മൾ കോഴിക്കോട് സംസാരിക്കുമ്പോൾ മെഡിക്കൽ കോളേജിൽ തീപിടുത്തം ഉണ്ടാവുന്നു, സംഭവിക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞു. അത് വീണ്ടും അവിടെ ആവർത്തിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഓഫീസിൽ. അപ്പോൾ ഈ സംവിധാനങ്ങളുടെ കാര്യക്ഷമതയെക്കുറിച്ച് തന്നെ ആളുകൾക്ക് സംശയം തോന്നുന്ന സാഹചര്യമുണ്ട്. എങ്ങനെയാണ്? അങ്ങനെ കാണേണ്ടതായിട്ടില്ല. ഈ വൈദ്യുതി എന്ന് പറയുന്നത് നമുക്ക് നല്ല വെളിച്ചമൊക്കെ നൽകുന്ന വളരെ നല്ല കാര്യങ്ങളൊക്കെ ആണെങ്കിലും അതിനകത്ത് ചില കാര്യങ്ങൾ അപകടകരമായി വന്നാൽ അത് തീയായിട്ട് മാറുമല്ലോ. അത് ശ്രദ്ധയിൽപ്പെടാതിരുന്നാൽ അത് ഇപ്പോൾ കോഴിക്കോട് സംഭവിച്ചതുപോലെ ആളിക്കത്തുന്ന അവസ്ഥയിലേക്ക് മാറുമല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങൾ വരാതിരിക്കുന്നതിനാണ് ഗൗരവമായിട്ടുള്ള ഇടപെടലുകൾ പലതരങ്ങളിൽ നടക്കുന്നത്. ഇവിടെ കാണേണ്ടത് നമ്മുടെ കെട്ടിടങ്ങളിൽ പല തരം കെട്ടിടങ്ങളുണ്ട്. പുതിയ കെട്ടിടങ്ങൾക്ക് കൃത്യമായ ഫയർ ഓഡിറ്റും മറ്റു കാര്യങ്ങളും ബാധകമാക്കിയിട്ടുണ്ട്. പഴയ കെട്ടിടങ്ങൾക്ക് അത്രത്തോളം ഫയർ ഓഡിറ്റ് ഉണ്ടായിട്ടില്ല. ഈ പഴയ കെട്ടിടങ്ങളുടെ കാര്യത്തിലും നല്ല പരിശോധനകൾ ആവശ്യമാണ് എന്നുള്ളതാണ് ചില അനുഭവങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവത്തിൽ നിന്ന് അത് ആവർത്തിക്കാതിരിക്കാനുള്ള മറ്റ് കരുതലുകൾ നമ്മൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. അതിനുള്ള നടപടികൾ ഫലപ്രദമായി സ്വീകരിച്ചു വരുന്നുണ്ട്. കോഴിക്കോട് ആശുപത്രിയിലുണ്ടായ കാര്യം അത് കൃത്യമായി പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. കോഴിക്കോട്ടെ ഇപ്പം കട തീപിടിച്ചതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കലക്ടറിൽ നിന്ന് റിപ്പോർട്ട് പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ അടുത്ത ദിവസം തന്നെ കലക്ടർ റിപ്പോർട്ട് നൽകുമെന്നാണ് കാണുന്നത്. അതൊക്കെ ബന്ധപ്പെട്ട് ഫലപ്രദമായ നടപടികൾ നമുക്ക് സ്വീകരിക്കാമെന്നാണ് അതേക്കുറിച്ച് പറയാനുള്ളത്.